ഈ പുതുവർഷത്തിൽ സകല രാശിക്കാരെയും ബാധിക്കുന്ന രീതിയിൽ രാഹുകേതുക്കളും ശനിയും വ്യാഴവും രാശി മാറുന്നു. ഈ രാശിമാറ്റം ഇതുവരെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അവ മാറി ഗുണഫലങ്ങളും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിമിത്തം 2025 ആണ്ടിൽ വളരെ മികച്ച വിജയം നേടി പലവിധ വരുമാന മാർഗങ്ങളിൽ നിന്നും ധാരാളം പണം ലഭിക്കാനും അപ്രതീക്ഷിതമായി ലോട്ടറി മുതലായ മാർഗങ്ങളിൽ നിന്നും മികച്ച ധനലാഭം കിട്ടുകയും അതുമൂലം കോടീശ്വരന്മാരാകാൻ യോഗമുള്ളതുമായ 8 നക്ഷത്രക്കാരെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത്തരം വിജയത്തിനായി പ്രാർത്ഥിക്കേണ്ട ദേവതയെപ്പറ്റി വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. നിങ്ങൾ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നു എങ്കിൽ കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൽ ആദ്യമായി തിരുവോണം നക്ഷത്രക്കാർ. ഈ രാശിക്കാർക്ക് വ്യാഴം 5, 6, 7 എന്നീ ഭാവങ്ങളിലൂടെ മാറി മാറി സഞ്ചരിക്കുന്നു. കൂടാതെ ശനി മാർച്ച് മാസത്തിൽ വളരെ അനുകൂല സ്ഥാനമായ 3-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് ഈ രാശിക്കാർക്ക് ഏറെ ഗുണപ്രദമായിരിക്കുന്നതാണ്. ശനി 3-ലേക്ക് മാറിയതിനു ശേഷം വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇതുവരെ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് അറുതി വരികയും ചെയ്യും. ശേഷം വ്യാഴം കർക്കിടക രാശിയിലേക്ക് കടക്കുന്നതോടുകൂടി ഇവരുടെ ശുക്രദശ ആരംഭിക്കുകയായി. വ്യാഴം കർക്കിടകത്തിൽ വക്രം പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് ധനലാഭം ഇരട്ടിയായി ലഭിക്കുന്നതാണ്. വളരെ മികച്ച ധനലാഭം തന്നെ ഇവർക്കുണ്ടാകുന്നതാണ്. 3-ലേക്ക് മാറുന്ന ശനിക്ക് ധനഭാവമായ 2-ന്റെ ആധിപത്യം ഉള്ളതിനാൽ ഇവർക്ക് നിശ്ചയമായും നല്ല ധനലാഭം ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി പോലെയുള്ള വലുതായ ധനവരവ് ഉണ്ടാകും. മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും. മീനം, മിഥുനം, തുലാം, വൃശ്ചികം എന്നീ മാസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ വൻ വിജയമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും. ആഗ്രഹങ്ങൾ സഫലമാകും. വ്യാഴം 5-ലും 7-ലും സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. നഷ്ടമായി എന്ന് കരുതിയ ധനം പോലും തിരികെ ലഭിക്കും. അത്രയും സൗഭാഗ്യകരമായ സമയമാണ് വരാനിരിക്കുന്നത്. പണയത്തിലിരിക്കുന്ന പൊന്നും വീടും അനായാസം തിരിച്ചെടുക്കും. കൂടാതെ പുതിയ വീട് പണിയുന്നതിനുള്ള തീരുമാനം ഈ വർഷം നടപ്പാക്കാൻ സാധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർക്ക് ശനി മാർച്ച് മാസത്തോടു കൂടി പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ 11-ലേക്ക് രാശി മാറുന്നു. 9, 10 എന്നീ ഭാവാധിപത്യം ശനിക്കുള്ളതിനാൽ ലോട്ടറി മുതലായ വളരെ എളുപ്പത്തിൽ മികച്ച ധനലാഭം ഉണ്ടാക്കുന്ന മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് നിശ്ചയമായും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവർക്ക് ലോട്ടറി എടുത്താൽ തന്നെയും ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല. കൂടാതെ വ്യാഴം മെയ് മാസത്തോടു കൂടി ജന്മഭാവത്തിൽ നിന്നും ധനഭാവമായ 2-ലേക്ക് മാറുന്നു. ധനത്തിന്റെ കാരകനായ വ്യാഴം 2-ൽ നിൽക്കുന്നത് ഇവർക്ക് അമിതമായ ധനലാഭത്തെ കൊടുക്കുന്നതാണ്. കൂടാതെ രാഹു 10-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായും സോഫ്റ്റ്വെയർ സംബന്ധമായും ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. ജോലിയില്ലാതെ നട്ടം തിരിഞ്ഞവർക്ക് ആശ്വാസം കിട്ടാവുന്ന കാലമാണ് 2025. വ്യാപാര വാണിജ്യ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം മികച്ച ധനാഗമം ഉണ്ടാകും. സന്താനലബ്ധി, ഭാര്യാസുഖം എന്നിവ കൈവരും. മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കും. ചൊവ്വ 3-ാം ഭാവത്തിൽ വക്രം പ്രാപിക്കുന്നതിനാൽ ഇവർക്ക് മണ്ണിനടിയിൽ മറഞ്ഞുകിടക്കുന്ന നിധിദർശനം പോലും ഈ വർഷം ഉണ്ടാകും. ഇവർ ഭാഗ്യാനുഭവങ്ങൾക്കായി ഗണപതി പ്രീതി വരുത്തുക.
അടുത്തതായി ചോതി നക്ഷത്രക്കാർ. ചോതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം 29 തീയതി പുത്രസ്ഥാനമായ 5-ൽ നിന്നും ശനി 6-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇത് ഏറെ ഗുണപ്രദമാണ്. ലക്ഷ്മി സ്ഥാനമായ 5-ൽ നിന്നിരുന്ന ശനിയുടെ മാറ്റം ഇവർക്ക് ധനപരമായി ഉയർച്ചയുണ്ടാക്കും. 6-ലെ ശനിയെ കൊണ്ട് നല്ല രീതിയിലുള്ള ധനവരവ് പറയാം. കൂടാതെ അഷ്ടമഭാവത്തിൽ ദോഷപ്രദമായി നിന്നിരുന്ന വ്യാഴം ഇവർക്ക് 9-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. ഇതും ഏറെ ഗുണപ്രദമായി തീരുന്നതാണ്. 9-ാം ഭാവം എന്നാൽ ഭാഗ്യസ്ഥാനമാണ്. ആയതിനാൽ തന്നെ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ നല്ല ധനവരവ് ഇവർക്കുണ്ടാകുന്നതാണ്. പുതിയൊരു ധനാഗമ മാർഗം ലഭിക്കുന്നതിനായി പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. 4-ഉം 5-ഉം ഭാവാധിപനായ ശനിയുടെ 6-ാം ഭാവസ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീടും സ്ഥലവും വാങ്ങുന്നതിനും ഏറെ കാലമായി കുട്ടികളില്ലാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ ഭാഗ്യമുണ്ടാകുന്നതുമാണ്. കൂടാതെ കുട്ടികൾ നിമിത്തം പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഇവർക്ക് കൈവരും. വ്യാഴത്തിന്റെ രാശി നിമിത്തം ഇതുവരെ അലട്ടിയിരുന്ന രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും സഹോദരങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാം കാരണമാകും. ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം വീട്ടാൻ കഴിയാതിരുന്ന ലോണും കടങ്ങളും വീട്ടുന്നതിനും കൂടാതെ ചെലവിൽ കൂടുതൽ വരുമാനം സൃഷ്ടിക്കുന്നതിനായി സാധിക്കുകയും ചെയ്യും. കൃഷി മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശനിയുടെ അനുഗ്രഹത്താൽ മികച്ച ധനലാഭം ഉണ്ടാകും. സമൂഹത്തിൽ പല രീതിയിലുള്ള പേരും പെരുമയും കൈവരും. താൻ തുടങ്ങാൻ ഉദ്ദേശിച്ച എല്ലാവിധ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ നടത്തുന്നതിനും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതിനും 2025-ൽ നിങ്ങൾക്ക് സാധിക്കും. അടുത്തതായി അനിഴം നക്ഷത്രക്കാർ. അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴം ധനഭാവത്തിന്റെയും ലക്ഷ്മി സ്ഥാനത്തിന്റെയും ആധിപത്യം വഹിച്ചുകൊണ്ട് ഒക്ടോബർ 18-ാം തീയതി മുതൽ ഭാഗ്യസ്ഥാനമായ 9-ലേക്ക് രാശി മാറുന്നു. അതിനാൽ തന്നെയും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനസൗഭാഗ്യങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം ഇവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇതുവരെ ഉണ്ടായിരുന്ന കടത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു. ജൂലൈ 28-ാം തീയതി 11-ാം ഭാവമായ കന്നിയിലേക്ക് ചൊവ്വ പ്രവേശിച്ചതിനു ശേഷം ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനും ശത്രുശല്യം നിശേഷം നീങ്ങുന്നതിനും സഹോദര സഹായം ലഭിക്കുന്നതിനും എല്ലാം ഇടയാകുന്നതാണ്. ഈ സമയം ഭൂമി സംബന്ധമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായ കാലഘട്ടമാണ്. വ്യാഴം എന്നാൽ ഭാഗ്യകാരകനായതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത ധനലാഭങ്ങളും പുതുവർഷത്തിൽ ലഭിക്കുന്നതാണ്. കർക്കിടകം രാശിയിൽ വ്യാഴം ഉച്ചസ്ഥനായും കൂടാതെ വക്രം പ്രാപിക്കുന്നതിനാലും ഇവർക്ക് ധനലാഭം 10 ഇരട്ടിയായി ഉണ്ടാകുന്നതാണ്. ഇവർ ആ സമയം വരെ എത്ര കഷ്ടപ്പാടിലും ദുരിതങ്ങളിലും പ്രതീക്ഷയില്ലാതെയുമാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും അപ്രതീക്ഷിതമായി ഇവർക്ക് പല സൗഭാഗ്യങ്ങളും കൈവരുന്നത് തന്നെയാണ്. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുക വഴി സർവരുടെയും അഭിനന്ദനവും ആദരവും ഈ വർഷം ഇവർ നേടിയെടുക്കും. ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കൃഷി, അധ്യാപക വൃത്തി, പൊതുപ്രവർത്തനം, ഭരണമേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ വർഷം സമൃദ്ധിയുടേതാണ്. തൊഴിലിൽ വലിയ പുരോഗതി ദൃശ്യമാകും. ഗൃഹോപകരണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും. ഇവർക്ക് മകരം, മേടം, ചിങ്ങം, കന്നി എന്നീ മാസങ്ങൾ ഏറെ സൗഭാഗ്യദായകങ്ങളാണ്. ഈ സമയം ദാമ്പത്യത്തിൽ സുഖാനുഭവങ്ങളും സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പരാജയ സാധ്യതയുള്ള മത്സരങ്ങളിൽ പോലും വിജയിക്കാൻ കഴിയും. ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്. അടുത്തതായി മകം നക്ഷത്രക്കാർ.
മകം നക്ഷത്രക്കാർക്ക് മെയ് 14 വരെ വ്യാഴം ഇടവം രാശിയിൽ 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെയും ഇവർക്ക് ജോലിയിൽ സ്ഥാനഭ്രംശം പോലെയുള്ളവയും പല രീതിയിലുള്ള അനാവശ്യ ചെലവുകളും വന്നു ഭവിക്കുന്നതും ആണ്. ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുക നിമിത്തം ധനനഷ്ടം ഉണ്ടാകുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കും. എന്നാൽ മെയ് 14 ശേഷം വ്യാഴം രാശി മാറി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. മിഥുനം രാശി മകം നക്ഷത്രക്കാർക്ക് 11ാം ഭാവമാണ്. അതിനാൽ തന്നെ ഇവർക്ക് പലവിധ മാർഗങ്ങളിലൂടെ അനേകം ധനം കരസ്ഥമാകും. ആ സമയം ഇവർ ജോലിയിൽ മാറ്റത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അത് ലഭിക്കുകയും ജോലിയിൽ പ്രമോഷൻ മുതലായവ ഉണ്ടാകുകയും ബിസിനസ് നല്ല രീതിയിൽ വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ്. വ്യാഴം 11ാം ഇടത്ത് നിൽക്കുമ്പോൾ പല രീതിയിലുള്ള സ്ഥാനലാഭം ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇതുവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന രോഗങ്ങൾക്ക് എല്ലാം ശമനമുണ്ടാകും. വ്യാഴം ഭാഗ്യകാരകനായതിനാൽ ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ്. ഇവർക്ക് മാതാവിൻ്റെയും മാതൃവീട്ടുകാരുടെയും സഹായം ലഭിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മുതലായ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. പുതിയ വീട്, വാഹനം, സ്ഥലം എന്നിവ അപ്രതീക്ഷിതമായി വാങ്ങുന്നതിനും ഇതുവരെ വീട്ടാൻ കഴിയാതിരുന്ന കടം വീട്ടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. വിദേശയാത്രയ്ക്കായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒപ്പം മത്സര പരീക്ഷകൾ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വ്യാഴത്തിന്റെ രാശിമാറ്റം ഉപകരിക്കും. ചൊവ്വ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്ന സെപ്റ്റംബർ മാസം 13ാം തീയതി മുതൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനുമെല്ലാമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ്. അടുത്തതായി മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ. കേതുവിന്റെ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെയ് മാസം 14ാം തീയതി മുതൽ ഒക്ടോബർ മാസം 18ാം തീയതി വരെ വ്യാഴം 7ാം ഭാവമായ മിഥുനത്തിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാഴം 7ാമത്തെ രാശിയിൽ ഗോചരവശാൽ സഞ്ചരിക്കുന്ന കാലത്ത് ധാരാളം ധനം ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും സംസാരത്താൽ ധനലാഭം ഉണ്ടാക്കുന്നതിനും മനസ്സ് സന്തുഷ്ടമായി ഇരിക്കുന്നതിനും എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കുന്നതിനുമുള്ള യോഗം ഉണ്ടാകുന്നതാണ്. വ്യാഴത്തിന്റെ 7ലെ സ്ഥിതിയും മാർച്ച് മാസം വരെയുള്ള ശനിയുടെ 3ാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് മറ്റൊരു രാശിക്കാർക്കും ലഭിക്കാത്ത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാക്കും. മാത്രമല്ല മൂലം നക്ഷത്രക്കാർക്ക് മെയ് മാസം 18ാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. രാഹുവിനെ ശനിയെ പോലെ ചിന്തിക്കാവുന്നതുകൊണ്ട് 3ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ധാരാളം ധനലാഭം നൽകുന്നതാണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം നല്ല ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. രാഹു 3ാം ഭാവത്തിൽ ആയതിനാൽ തന്നെയും ഇവർ ഏതു വിധേനയും ധനമുണ്ടാക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മെയ് മാസം വരെ 4ൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുവിനെ കൊണ്ട് ഇവർക്ക് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങളും സർപ്പദോഷങ്ങളും മറ്റും കൊണ്ട് ശരീരത്തിൽ ഉണ്ടായിരുന്ന രോഗാവസ്ഥയും എല്ലാം മാറുന്നതാണ്. മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങൾക്കും പരിഹാരമാകും. പുതിയ സംരംഭങ്ങൾ വിജയകരമാകും. അതിലൂടെ മികച്ച വരുമാനം കൈവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടവും മത്സര വിജയവും ഉണ്ടാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കാത്തിരിപ്പ് പൂർത്തിയാക്കി ഈ വർഷം അത് ലഭിക്കും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത പുരോഗതി ദൃശ്യമാകും. വ്യാപാര ലാഭം മികച്ച രീതിയിൽ വർദ്ധിക്കും. നഷ്ടമായി എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. മൂലം നക്ഷത്രക്കാർ ഭാഗ്യാനുഭവങ്ങൾക്കായി ശാസ്താവിനെ ഭജിക്കേണ്ടതാണ്. അടുത്തതായി മകീരം നക്ഷത്രക്കാർ. മകീരം നക്ഷത്രക്കാർക്ക് മെയ് മാസം 14ാം തീയതി മുതൽ
വ്യാഴം ധനസ്ഥാനമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കൂടാതെ ഡിസംബർ 5 മുതൽ വ്യാഴം മിഥുനം രാശിയിൽ വക്രം പ്രാപിച്ച് സഞ്ചരിക്കുന്നതിനാൽ തന്നെയും 2025 അവസാനം ഇവർക്ക് ഏറെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ മാർച്ച് മാസം 29 തീയതി ശനി തൊഴിൽ സ്ഥാനമായ 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് മാറി ഇവർക്ക് പല രീതിയിലുള്ള അപമാനങ്ങളും മറ്റും ഏർപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കാവുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സങ്ങളും ജോലിയിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ജോലി ചെയ്ത് നല്ല രീതിയിൽ ധനമുണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയും ഇതുവരെ ഉണ്ടായിരുന്നിരിക്കും. എന്നാൽ മാർച്ച് മാസം 29ാം തീയതി മുതൽ ശനിയുടെ രാശിമാറ്റം ഇവർക്ക് ഇതുവരെയുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം മോചനം നൽകുന്നതാണ്. പിന്നീട് അങ്ങോട്ടുള്ള കാലം ഇവർക്ക് പല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നതാണ്. കൂടാതെ മകീരം നക്ഷത്രക്കാർക്ക് ജൂൺ മാസം 7ാം തീയതി വരെ ചൊവ്വ കർക്കിടകം രാശിയിൽ 3ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പല രീതിയിലുള്ള ധനസൗഭാഗ്യങ്ങളും സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നതിനുമെല്ലാം അനുയോജ്യമായ സമയമാണ്. ഈ സമയം ബിസിനസ്സിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാൻ സാധിക്കുന്നതാണ്. ശത്രുദോഷവും മറ്റുള്ളവരോട് അനാവശ്യമായി ഉണ്ടായിരുന്ന കലഹം മുതലായ പ്രശ്നങ്ങളെല്ലാം മാറുകയും ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് മാർച്ച് മാസം 29ാം തീയതി മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമെല്ലാം മോചനം നിശ്ചയമായി ലഭിക്കുന്നതാണ്. ഇവർക്ക് അപ്രതീക്ഷിതമായ ധനലാഭമോ മൺമറഞ്ഞു കിടക്കുന്ന നിധിദ്രവ്യങ്ങളോ ലഭിക്കുന്നതിന് പോലും യോഗമുണ്ട്. 2ൽ വക്രസ്ഥിതനായി നിൽക്കുന്ന വ്യാഴം ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകും. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് ജോലി ലഭിക്കും. പല മേഖലകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. വളരെ കാലമായി കുട്ടികളില്ലാത്തവർക്ക് സന്താനലബ്ധിയും ഭാര്യയുമായി കലഹത്തിൽ കഴിയുന്നവർക്ക് അത് മാറി ഭാര്യാസുഖവും ഉണ്ടാകും. പ്രത്യേകിച്ച് കേസുകളിലും മറ്റും അനുകൂല വിധി ഉണ്ടാകും. അടുത്തതായി വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിലവിൽ വ്യാഴം അഷ്ടമത്തിലും ശനി ലക്ഷ്മി സ്ഥാനമായ 5ലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യക്ഷയം 2024 അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ടാകും. എന്നാൽ 2025 മാർച്ച് മാസം 29ാം തീയതി ശനിമാറ്റത്തോടുകൂടി ഇവരുടെ ജീവിതത്തിലെ ഐശ്വര്യദായകമായ ദിനങ്ങൾ ആരംഭിക്കുകയായി. കൂടാതെ മെയ് മാസം 14ാം തീയതി വ്യാഴം ഭാഗ്യസ്ഥാനമായ 9ലേക്ക് മാറുന്നതോടുകൂടി ഇവർക്ക് രാജയോഗപ്രദമായ അവസ്ഥ സംജാതമാകും. കൂടാതെ പാപനായ കേതുവിന്റെ 11ാം ഭാവത്തിലെ സ്ഥിതി ഇവർക്ക് പല വിധത്തിലുള്ള ധനലാഭത്തെ കൊണ്ടുവന്ന് തരുന്നതാണ്. ഇവർക്ക് പലവിധ മാർഗങ്ങളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതിനും അപ്രതീക്ഷിതമായ മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുന്നതിനുമെല്ലാം 2025 അവസരം ഉണ്ടാകുന്നതാണ്. കൂടാതെ ജൂൺ മാസം 7ാം തീയതിയിലെ ചൊവ്വയുടെ ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം ഇവർക്ക് ഏറെ അനുകൂലമായി വരുന്നതാണ്. ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വീട് വെക്കുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളെല്ലാം വാങ്ങുന്നതിനും ഈ സമയം അവസരമുണ്ടാകും. എല്ലാം കൊണ്ടും വളരെ അനുയോജ്യമായൊരു കാലഘട്ടമാണ് 2025 ഇവർക്ക് വരാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇവരുടെ ബിസിനസ്സിലും തൊഴിലിലും വേണ്ട ശ്രദ്ധ പുലർത്തേണ്ടതും അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായി ശ്രദ്ധിക്കേണ്ടതുമാണ്. ഡിസംബർ മാസം 5ാം തീയതിക്ക് ശേഷം വ്യാഴം മിഥുനം രാശിയിൽ വക്രത്തിൽ പ്രവേശിക്കുന്നതിനാൽ ആ കാലഘട്ടം ലോട്ടറി ഭാഗ്യം മുതലായുള്ള ധനലാഭത്തെ ഇവർക്ക് നൽകുന്നതാണ്. കടങ്ങൾ വീട്ടുന്നതിനും ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുക്കുന്നതിനും 2025 ഇവർക്ക് സാധിക്കുന്നതാണ്. രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും പുത്രസൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും. രോഗങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മോചനം ലഭിക്കുന്നതാണ്.
9ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ദൃഷ്ടി വിശാഖം നക്ഷത്രത്തിലേക്ക് ഉള്ളതിനാൽ ഇവർക്ക് ആരോഗ്യപരമായി വളരെയധികം മെച്ചമുണ്ടാകുന്നതാണ്. ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും 2025 വളരെ നിഷ്പ്രയാസം മോചനം ലഭിക്കുന്നതാണ്. കൂടാതെ കേസ്, വഴക്ക് മുതലായവയിൽ നിന്നും മോചനം ലഭിക്കുകയും ബിസിനസ് രംഗത്ത് പണം ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാകുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. വിദേശയാത്രയ്ക്കും മറ്റും അനുകൂലമായ സമയമാണിത്. ഇവർ കുടുംബക്ഷേത്രത്തിലും സർപ്പക്കാവിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും. അതിന് സാധിക്കാത്തവർ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ധനവരവ് വർദ്ധിക്കാൻ കാരണമാകും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.